ഒരു ചായ കഴിക്കണം എന്നുള്ള മോഹത്തോടു കൂടി നടക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് കൊച്ചു കുട്ടികൾ ചെറിയൊരു ബിസിനസ് തുടങ്ങിയേക്കണ്ട. അടിപൊളിയായിട്ട് സെറ്റപ്പാണ് കേട്ടോ. ചായയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഫ്ലാസ്കിൽ കട്ടൻ ചായ അവർ വിൽക്കുന്നുണ്ട്. ഏതുണ്ട് അപ്പോൾ അവരുടെ നിന്ന് ഒരു ചായ വാങ്ങി വയ്ക്കുന്നത് വേണം. എന്തായാലും പിള്ളേരുടെ പരിപാടി അടിപൊളിയാവട്ടെ കേട്ടാ. ഉപയോഗിക്കുന്ന ആൾക്കാർ, അതിൻ്റെ ആൾക്കാർ കച്ചവടക്കാർ വിവരിക്കണം കേട്ടോ. ഇനി ആ കച്ചവടക്കാരെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. സാധാരണ ജീവിത സാഹചര്യങ്ങൾ, അതായത് ജീവിതത്തിൽ മാർഗമില്ലാത്ത രീതിയിൽ വരുമ്പോൾ കച്ചവടത്തിലേക്ക് വരുന്ന കൊച്ചു കുട്ടികളെ നമുക്ക് വഴിയരിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതവർ സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെ ആക്കുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവർ സത്യം പറഞ്ഞാൽ കോടീശ്വരന്മാരെന്ന് അത്രയും പൈസ ഉള്ള വീട്ടിലല്ല. എന്നിട്ടും അവർക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചായ വെക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്ന അവർ അച്ഛനമ്മമാരെ. കാരണം ഈ പ്രായത്തിൽ സാധാരണ മിക്ക പിള്ളേരും വളരെ ഷൈ ആയിരിക്കും, പുറകോട്ട് നിൽക്കുന്ന കുട്ടികളായിരിക്കും. അതുപോലെ തന്നെ നാലാൾക്കാരോട് സംസാരിക്കാൻ, മുഖത്ത് നോക്കി സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് ലെവൽ കുട്ടികളുണ്ടാവില്ല. ഇതിപ്പോൾ അവർക്ക് വരുമാനത്തിന് വേണ്ടിയിട്ടില്ല. പക്ഷേ അവരച്ഛനന്മാരെ ദീർഘവീക്ഷണം ചെറുതല്ല. ഇതിലൂടെ അവർ നേടിയെടുക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഭാവിയിലൊരു സെയിൽമാൻ, നാളെ അവരുടെ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായി ഉയർത്തുക. നാലാൾക്കാരോട് ധൈര്യമായിട്ട് സംസാരിക്കാനുള്ളൊരു ആർജവും ആ കുട്ടികളുണ്ടാവും. യാതൊരു സംശയമില്ലാത്ത കേസാണ്. അത് മാത്രമല്ല, ഐഡിയാസ് അവർ ക്രിയേറ്റ് ചെയ്യും. നന്നൊരു ചായ, അപ്പം ഞാൻ വന്നു ചായ അവിടെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ചായ വേണ്ട, പാൽ ചായ ഇല്ല അവിടെ. ഒരുപക്ഷെ ഇന്ന് ഒരുപക്ഷെ എൻ്റെ അടുത്ത് ഞാൻ ഒന്നും കൊണ്ടുമില്ലായിരിക്കും. പക്ഷെ നാളെ അവർ അറിയാത്തത് തന്നെ അവർ വീട്ടിൽ നിന്ന് അവരെ വായിന്ന് വരും, പാലില്ലെങ്കിൽ ഞങ്ങളുടെ ചായ വളരെ നല്ലതാണോ ഒന്ന് കുടിച്ചു നോക്കൂ എന്ന് പറയും. എന്നിട്ടും ഞാൻ ഒരുപക്ഷെ ഞാനത് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ പിറ്റേ ദിവസം ഒരാളുടെ അടുത്ത് വരുമ്പോൾ അവർ പറയും, നിങ്ങൾ കുടിച്ചു നോക്കിയിട്ട് എനിക്ക് ക്യാഷ് തന്നാൽ മതി, അത്രയും നല്ല ചായ നിങ്ങളെ. അങ്ങനെ ഒരു സ്കില്ല് അവരിൽ അറിയാതെ ഉടലെടുക്കും ഇതിലൂടെ. അതാണ് നമുക്ക് വേണ്ടത്. അവിടെ വരുമാനമല്ല. അവർ വീട്ടിൽ അച്ഛനന്മാർക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, 5 പൈസ ആവശ്യമില്ല. പക്ഷേ അവരെ സത്യം പറഞ്ഞാൽ സല്യൂട്ട് ചെയ്യണം. കുട്ടികളിങ്ങനെ നാലാൾക്കാർ സംസാരിച്ച് അറപ്പും ഇതൊക്കെ മാറണം. അതിൽ അവർ ഭാവിയെ വളരെയധികം അത് എന്താ പറയുക സഹായിക്കുന്നവരായിട്ട് എനിക്ക് യാതൊരു തർക്കമില്ല. അപ്പോൾ അവർ അച്ഛനന്മാർക്ക് സല്യൂട്ട് നൽകിക്കൊണ്ട് കൊച്ചു വീഡിയോ നിർത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമായിരുന്നു.